അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പത്തിരിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടാനുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ വെള്ളം തിളച്ച് വന്നപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഈ സ്റ്റീലിൻ്റെ കടായിൽ കുറേ നേരം ചൂട് നിലനിൽക്കും കേട്ടോ. അപ്പോൾ വെറുതെ ഗ്യാസ് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലും പിന്നെ ഇത് കുറച്ച് നേരം ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ പൊടി നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഫ്ലെയിം അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതാ വേഗം പൊടിയൊക്കെ കുഴച്ചിട്ട് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പത്തിരി ഞാൻ പിന്നെ കൗണ്ടർ ടോപ്പ് മുതൽ ഇട്ട് പരത്തണമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ്സിലിട്ടിട്ടൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പത്തിരി പരത്തലും ചുടലൊക്കെ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ പത്തിരി വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ, ചെറിയ കുഞ്ഞു പത്തിരി തന്നെയാണ്. കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പരത്തി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒക്കെ വലുതായിട്ട് കിട്ടും. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല, വേഗം പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിക്കുള്ള കറിയും റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ കറി തക്കാളിയും ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കണം എന്ന് വിചാരിക്കണത്. ചിക്കനും ബീഫൊന്നുമില്ല. അങ്ങനെ പത്തിരി ചുടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കറി ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കി കഴുകി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ് കേട്ടോ ബാബു വന്നത്. അപ്പോൾ ബാബു പറഞ്ഞു എന്നോട് ഈ കറി വേണ്ടടി, ഈ കറി പത്തിരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടോ. എന്നാൽ പിന്നെ ബാബു പറഞ്ഞ കറി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബാബു ഒരു തേങ്ങയൊക്കെ പൊളിച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാണ്ട് 2 സവാള വേഗം അരിഞ്ഞെടുത്തിട്ടുണ്ടേനും. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചെടുത്തു. ഈ ഒരു മുട്ടക്കറി നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതേപോലെ ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി. സവാള ഒന്ന് വാടി വന്നിട്ടാണ് കേട്ടോ പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. പിന്നെ ഒക്കെ കൂടെ നല്ല രീതിയിൽ വഴന്ന് റെഡിയായി വന്നപ്പോൾ 2 മുട്ട പൊട്ടിച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മുട്ട ഒന്ന് വെന്ത് വന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിക്ക് തേങ്ങ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പത്തിരിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കട്ടോ. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ട് ഇതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചതോ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, കറി റെഡി ആയിട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മക്കളൊക്കെ അതാ പിന്നെ കിച്ചണിൽ കടന്നാണ്ട് കലപ്പില കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കട്ടെ. പത്തിരിക്ക് എപ്പോഴും നല്ല അടിപൊളി കോമ്പിനേഷന് ചിക്കൻ കറി ബീഫ് കറിയൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ടൈമിൽ ഇതേപോലെ മുട്ടയൊക്കെ കയ്യിലുണ്ടെങ്കിൽ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും മുട്ടക്കറിയും പത്തിരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. പിന്നെ ഇന്നലത്തെ പുട്ടുപൊടി കുറച്ചുണ്ടായിന് നനച്ചത് ബാക്കി. അപ്പോൾ ഒരു കുറ്റി പുട്ടും ചുട്ടിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി പുട്ടാണ് കേട്ടോ കഴിച്ചത്. അതേപോലെ മഞ്ജുമോളും പുട്ട് കഴിച്ചു. ഞങ്ങളൊക്കെ പത്തിരിയും കഴിച്ചു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കണ്ടേ. അപ്പോൾ വേഗം അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാണ് കേട്ടോ. അടുപ്പിലാണെങ്കിൽ ഇപ്പോൾ രാവിലെ കത്താൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടല്ലോ രാവിലെയൊക്കെ. അപ്പോൾ വിറകൊക്കെ തണുത്തിട്ടായിരിക്കും കത്താൻ നല്ല മടിയുണ്ട് കേട്ടോ അടുപ്പിന്. അപ്പോൾ നമുക്കങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അടുപ്പ് കത്തിച്ചെടുത്തിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് ഇതാ ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുറ്റടിച്ച് വരണം, അതേപോലെ പാത്രം കഴുകണം, കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം താഴെയുള്ള മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചു, എന്നിട്ട് മേലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ തുടങ്ങും സ്കൂൾ ബസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവൽ. പിന്നെ മുറ്റത്ത് അങ്ങനെ പിന്നെ ഇലകളൊന്നും ചാടിയിട്ട് കച്ചറയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ തിന്ന് മിഠായി കടലാസ് എന്തെങ്കിലുമൊക്കെ അതും ഇതൊക്കെ ഒരു എടുത്തിട്ടതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ രാവിലെ തന്നെ ഐഫക്കുട്ടീനെ മദ്രസക്കൊക്കെ കൊണ്ടാക്കാനൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് വേഗം മുറ്റടിച്ച് വാരിയിട്ട് താഴത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇപ്പോൾ റിച്ചുമോനാണ് കേട്ടോ കുറച്ചായിട്ട് ഐഫക്കുട്ടീനെ മദ്രസക്ക് കൊണ്ടാക്കൽ. അങ്ങനെ താഴത്തുള്ള മുറ്റൊക്കെ വേഗം അടിച്ചു വാരി പിന്നെ മുകളിലുള്ള മുറ്റം അടിച്ചു വാരാൻ പോയി. പിന്നെ മുറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മീൻകാരനും വന്നിട്ടുണ്ടേന്. അപ്പോൾ മീനും വാങ്ങിച്ചിട്ടുണ്ട്.
മീൻ വാങ്ങാൻ പോയാലേ മീൻ ഏതാ വാങ്ങാന്നൊരു കൺഫ്യൂഷൻ ആയിക്കാരം കേട്ടോ. അപ്പോൾ അയിലുണ്ട്, മത്തിയുണ്ട്, അതേപോലെ പേതലുണ്ട്. അപ്പോൾ ഏതാ വാങ്ങാന്ന് ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കേനി. അപ്പോൾ ബാബു ഉണ്ടായിന് കേട്ടോ അവിടെ. അപ്പോൾ ബാബു പറഞ്ഞു എന്നോട് പേതൽ വാങ്ങിക്കോ എന്ന് പറഞ്ഞു. എനിക്കെപ്പോഴും ചെറിയ മീനിനോടാണ് കേട്ടോ താല്പര്യം. ഈ മാന്തൾ, തള, അതേപോലെ പിന്നെ ബത്തൽ അങ്ങനെയുള്ള മീനൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ മത്തി ഇഷ്ടമാണ്. ബാബുവിന് അയിമക്കൊന്നും കണ്ടുപോകില്ല കേട്ടോ. ബാബുവിന് അല്ലെങ്കിൽ അയില, അല്ലെങ്കിൽ ഇതേപോലെയുള്ള പേതൽ, ചൂര അങ്ങനെയുള്ള മീനൊക്കെയാണ് ബാബുവിന് ഇഷ്ടം. അപ്പോൾ ചെറിയ പീസ് പേതലുണ്ടായിന് ഒരു കയ്യിൽ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി മീൻ നന്നാക്കൊന്നും വേണ്ട, ഇനി വേഗം കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്താണ്ട് പൊരിച്ചെടുത്താൽ മതി. ഒരെണ്ണം വെട്ടിത്തരുന്നതുകൊണ്ട് പിന്നെ അത് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ മീനൊക്കെ കിട്ടി. പിന്നെ അതാ മീൻകാരൻ്റെ സൗണ്ട് കേട്ടാൽ പൂച്ചകൾ വന്ന് നിൽക്കൂട്ടോ അവിടെ. അപ്പോൾ മീനിൻ്റെ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇട്ട് കൊടുക്കലുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് ചോറൊക്കെ ഉള്ള വെള്ളം അടുപ്പത്ത് വെച്ച് പോയതാണ് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് മറിയുന്നുണ്ട് ഞാൻ വന്നപ്പോൾ. പിന്നെ ഈ തെങ്ങിൻ്റെ വറകാണ് കേട്ടോ നമ്മളിപ്പോൾ കത്തിക്കണത്. അപ്പോൾ അതുകൊണ്ട് അടുപ്പ് നല്ല ചൂടുണ്ടാവും. തീ അങ്ങനെ കേടൊന്നുമില്ല. അപ്പോൾ വേഗം അരിയൊക്കെ കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പാത്രം കഴുകാൻ നിൽക്കാം. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിയുമ്പോഴത്തേന് ചോറ് വന്നോളും. അപ്പോൾ നമ്മൾ പാത്രം കഴുകണതിൻ്റെ ഇടയിൽ നമുക്ക് വന്ന കുറച്ച് കമൻറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയാം കേട്ടോ. ഞാൻ അസ്സലാമു അലൈക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എന്നോട് കമൻറ്റിൽ ചില കൂട്ടുകാർ പറയുന്നുണ്ട് അസ്സലാമു അലൈക്കും എന്നാണ് ഞാൻ പറയണതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അല്ല കേട്ടോ, ഞാൻ അസ്സലാമു അലൈക്കും തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പറയോണ്ടി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നണതെന്നൊന്ന് പറയോണ്ടി. പിന്നെ ഇന്നലെ നമ്മൾ ക്ലോത്ത് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ അല്ല ഇട്ടത്, കുക്കിംഗ് വീഡിയോ ഒന്നല്ലേനല്ലോ. അപ്പോൾ ഞാനതിൽ കല്ലുപ്പ് പോലുള്ള സാധനം, ഗ്രേവി പോലുള്ള സാധനം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടേന്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടേന് ഒരു ഐഡിയയിൽ നിന്ന്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അവർ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായിക്കണ്, കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടേന്. ഒരൈഡിൻ്റെ പേര് സുധീർ എന്നാണ്, സാജിദ എന്നാണ് കേട്ടോ ഒരു പേര്. അപ്പോൾ ഒരിക്കൽ മക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടേന്. അപ്പോൾ അതെപ്പോഴും ഞാൻ വീഡിയോയിൽ പറയണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം. നമ്മളിപ്പോൾ ഒരു ഫാമിലി പോലെയല്ലേ. എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളെ ദുആയിൽ ഇനി ഉൾപ്പെടുത്തണം. അപ്പോൾ അവർക്ക് നല്ലൊരു കുഞ്ഞുവാവ ഉണ്ടാവാൻ എല്ലാവരും നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പം എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടോ, ഇനി ഇതൊക്കെ എടുത്തു വെക്കണം. അപ്പോൾ അതൊക്കെ സ്റ്റാൻഡുമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഐഫക്കുട്ടി മദ്രസ ഇട്ട് വന്നിട്ടുണ്ടെങ്കിലും ഐഫക്കുട്ടിക്ക് ചായയൊക്കെ കൊടുത്ത് ഓളെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തതാ സ്കൂൾക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പം ഇന്നോളെ കൂട്ടുകാരില്ല, ഒറ്റക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിൻ്റെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 5-6 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വണ്ടിയിലൊന്നും ആക്കാത്തത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റിച്ച് മോനും ഉണ്ടായിന് ഓളെ കൂടെ പോവാൻ. ഇപ്പോൾ പിന്നെ വേറൊരു കുട്ടി ഉണ്ട് കേട്ടോ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന്. അപ്പോൾ ആ കുട്ടി ഇന്ന് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവിടാൻ പോണത്. എന്നാലും ആ കുട്ടീൻ്റെ അപ്പേ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവിടാനൊക്കെ പോവലുണ്ട്. അപ്പോൾ മക്കളൊന്നും ആരും ഒറ്റയ്ക്ക് വിടരുത്. ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലം വിശ്വസിക്കാൻ പറ്റില്ലല്ലേ, പേടിയാണ് നമുക്ക്. അങ്ങനെ ഓളെ കൊണ്ടാക്കിയൊക്കെ വന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ കഴുകിയത് എടുത്ത് വെക്കാൻ, അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് രാവിലെ കുറച്ച് ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നല്ലോ. ആയിക്കോട്ടെ ഒരു കഷ്ണം ചേനയും കൂടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയും ഉരുളക്കിഴങ്ങും ചേനയും പച്ചമുളകും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിന് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നതാണ്. നമ്മൾ ബീഫ് വെക്കണ പോലെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അത്. പിന്നെ പരിപ്പും ചേനയൊക്കെ വെക്കും, പരിപ്പും ചേനയും വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് തേങ്ങയൊക്കെ അരച്ചത് ഒഴിച്ചു കൊടുക്കണം അതിക്ക്. പിന്നെ ഇന്ന് ഉപ്പേരിക്ക് കറൂത്ത ഉണ്ടല്ലോ, കറൂത്ത പപ്പായ എന്നൊക്കെ പറയും, ഞങ്ങൾ കറൂത്ത എന്നാണ് കേട്ടോ ഇവിടെ പറയൽ. അപ്പോൾ കറൂത്ത തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അതേപോലെ ഉപ്പേരി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറൂത്തയാണെന്ന് പറയില്ല. അപ്പോൾ അതിക്കിടാനുള്ള പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിൻ്റെ ഇലയും തേങ്ങ ചിരവിയതും ഒക്കെ ആയിക്കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തേക്കാണ്. ഇനി അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളെ ചോറ് വെന്തിട്ട് ആ ഒരു അടുപ്പത്ത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ മീൻ വാങ്ങിനല്ലോ, മീൻ വാങ്ങിയിട്ട് കുറച്ച് മീൻ അതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൂടെ നമുക്ക് ഇന്ന് ആവശ്യമില്ല.
അപ്പോൾ കുറച്ചെടുത്തിട്ട് നാളേക്കൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെക്കലാണ് കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. നമുക്കിത് കുറേ ദിവസത്തിനൊന്നും ഉണ്ടാവില്ല, നാളെ എടുക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മീൻ കിട്ടും കേട്ടോ. മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള മീൻ എടുത്തിട്ട് കഴുകിയിട്ട് നമുക്ക് ഇന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് പപ്പായ കൊണ്ടുള്ള ഉപ്പേരിയും പിന്നെ കഷ്ണമീൻ പൊരിച്ചതും അതേപോലെ ചേനയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ വേഗം നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണ ഒരു ഫ്രൈ പാൻ ഉണ്ടല്ലോ, അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റണമുണ്ട്. ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഉപ്പേരിൻ്റെ മിക്സാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറുത്തപ്പേരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറുത്തപ്പേരിയാണെന്ന് അറിയില്ല കേട്ടോ, അത്രക്കും ടേസ്റ്റാണ്. കറുത്ത ടേസ്റ്റ് ഇല്ലായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, ചിലവർക്ക് പറ്റൂല. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കൊണ്ട്, ഇങ്ങനെ വെച്ചാൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും. ഇപ്പോൾ വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളകും കൂടെ ഒരു 2-3 വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ ഒരു ഉപ്പേരിക്ക്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മീനിൽ മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു അടുപ്പിൽ തന്നെ വേഗം മീനും പൊരിച്ചെടുക്കണം. മീനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ കുറച്ച് നേരം കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും ഫ്രീസറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീനിൽ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ വേഗം കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ട് കറിക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചേനയും ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്തിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് പിന്നെ തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസുമ്മ തന്നെ വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ തേങ്ങ ഒന്ന് കുക്കാവണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഉപ്പേരി പോയിട്ട് ഒന്ന് ഇളക്കി നോക്കി, ഉപ്പേരി വേവാനായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കറി ഇതാ വെന്ത് കഴിഞ്ഞാൽ ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കലുണ്ട് കേട്ടോ. ഈ മുളകും മഞ്ഞളൊക്കെ ഇട്ടുള്ള കറി കുക്കറിൽ തന്നെ വെക്കുമ്പോൾ പിന്നെ ആ കുക്കറിൽ എന്തുണ്ടാക്കുകയാണെങ്കിലും ഒരു മഞ്ഞ കളർ ആയിക്കാരം. അപ്പോൾ അത് അപ്പം തന്നെ അതിൽ നിന്ന് ഒഴിവാക്കണത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളെ ചേനക്കറി ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പിന്നെ നമ്മളെ ഉണങ്ങിയ കാന്താരി മുളക് ഉണ്ടല്ലോ, അതൊരു 2-3 ഇട്ട് കൊടുത്തിന്. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തൂമിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ താളിക്കുക എന്ന് പറയില്ലേ, കറി താളിക്കുക എന്ന് പറയും. നമ്മളവിടെ തൂമിക്കുക എന്നൊക്കെയാണ് കേട്ടോ പറയൽ. ഞാൻ ചിലപ്പോൾ താളിക്കുക എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. പിന്നെ ഉപ്പേരി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മീൻ പൊരിച്ചെടുക്കുക. ഇങ്ങനെയല്ല, ഈ പാനൊന്ന് കഴുകിയെടുക്കും. എന്നിട്ട് ഇതിൽ തന്നെയാണ് കേട്ടോ മീനും പൊരിച്ചെടുക്കണത്. അപ്പോൾ അത് കഴുകിയിട്ട് ഞാൻ അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാവട്ടെ. നല്ല കനമുള്ള പാനായതുകൊണ്ട് ചൂടാവാൻ കുറച്ച് ടൈം കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. പിന്നെ നമ്മൾ കറുത്തപ്പേരി ഇതേപോലെ ഉണ്ടാക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും ഇതേപോലെ ചെറിയ പീസായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഈ ചേനക്കറി അടിപൊളിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പുളിയൊന്നും ചേർത്തിട്ടില്ലല്ലോ, പുളി ചേർക്കരുത് കേട്ടോ. പുളി ചേർക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. പരിപ്പും ചേനയൊക്കെ വെക്കുമ്പോൾ കുറച്ച് പുളി ചേർത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ബീഫൊക്കെ വെക്കണ ആ ഒരു രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ചോറൊന്ന് വെള്ളം പൊട്ടിച്ചിട്ട് അതും കൗണ്ടർ ടോപ്പുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അതേപോലെ ചെറിയ പാത്രത്തിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പ് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയേക്കാരം. നേരെ മറിച്ച് വലിയ പാത്രങ്ങളേക്കാരം കുറച്ച് സാധനങ്ങളെ അതിലുണ്ടാവുള്ളൂ, അപ്പോൾ ഒരു വൃത്തിയുടെക്കാരം. അതേപോലെ നമ്മൾ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ കരിയുള്ള പാത്രങ്ങളൊന്നും അങ്ങനെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവന്ന് വെക്കലില്ല കേട്ടോ. കിച്ചണിക്ക് ഒക്കെ പിന്നെ പുറത്തുനിന്ന് തന്നെ കഴുകി വെക്കലാണ്. ചെറിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അകത്ത് കൊണ്ടുപോയി വെക്കും. അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുക്കാണ് കേട്ടോ. ഇനി നമ്മൾ പാനൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ടായിന് അപ്പോഴത്തേന്. അപ്പോൾ അതിക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി കഴുകിയിട്ട് തൊലിയോട് കൂടിയിട്ട് തന്നെ കഴുകിയിട്ടൊന്ന് കുത്തിയിട്ട് ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ടാണ് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു എണ്ണ ഉണ്ടല്ലോ, മീൻ പൊരിച്ചെടുക്കുന്ന ഈ ഒരു എണ്ണ ഉണ്ടല്ലോ, ഈ എണ്ണയ്ക്ക് ആ ഒരു വെളുത്തുള്ളിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളെ പാന് നല്ല ചൂടുണ്ടായതുകൊണ്ട് മീൻ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഇന്നലെ ഞാൻ ലിക്വിഡ് ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടില്ലേനോ, പിന്നെ ക്ലോത്ത് വാഷ് ഉണ്ടാക്കിയ വീഡിയോ ഇട്ടില്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ അതിന് നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കണതൊന്നും പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ആ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ തിരക്കായിപ്പോയി.
അപ്പോൾ നമ്മളെ മീൻ ഇതാ ഇപ്പോൾ 2 വശവും നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാനിൻ്റെ ലിങ്ക് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആവശ്യമുള്ളവർക്ക് ഇന്നത്തെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട കേട്ടോ. റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.